സംസ്കാര ചടങ്ങുകൾ രണ്ട് വീടുകളിലും തയ്യാറായിരിക്കുന്നു. ലത്തീഫിന്റെ വീട്ടിലും അപ്പോൾ ഫർസാനയുടെ വീട്ടിലും സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്നാണ് അറിയുന്നത്. ഫർസാനയുടെ മൃതദേഹം അല്പസമയം മുൻപാണ് അങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് നേരത്തെ ലിജോ പറഞ്ഞതുപോലെ ഏതാണ്ട് ഈ സമയത്താണ് ഫർസാനെ വീട്ടിൽ നിന്ന് ഈ പ്രതി വിളിച്ചുകൊണ്ടുപോയത്. അതേസമയത്ത് മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് ആ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ള വളരെ ദയനീയമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള കാഴ്ച കൂടിയാണ് അവിടുത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിജോ നേരത്തെ പറയുകയായിരുന്നു, ആ വീടിനുള്ളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന കരച്ചിൽ അതാണ് സഹിക്കാൻ പറ്റാത്തത്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി മുതൽ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റു വീടുകളിലെയും അവസ്ഥ വ്യത്യസ്തമല്ല. അതിഭീകരമായ സംഭവം ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം. നാട്ടുകാർക്കും അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഒന്നും ഇതുവരെ അംഗീകരിക്കാൻ പോലും ആകാത്ത സംഭവത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ ഇനിയും വേണ്ടതുണ്ട് എന്നാണ് അറിയുന്നത്. മുഹമ്മദ് ആഷിഖ് കൂടി ചേരുന്നുണ്ട്. ആഷിഖ്, പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കൃത്യമായിട്ടൊരു വിവരം ലഭ്യമാകുന്നില്ല. കാരണം ഇതിന് കാരണമായത് എന്ത്, ഇങ്ങനെ കൊല നടത്താൻ പ്രേരിപ്പിച്ചത് എന്താണ് എന്നൊക്കെയുള്ളതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് എന്താണ് പറയുന്നത്, അന്വേഷണം എങ്ങനെ നടക്കുന്നു, ആശുപത്രിയിലുള്ള പ്രതിയുടെ ഉമ്മയുടെ ആരോഗ്യാവസ്ഥ എന്താണ്, പ്രതിയെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലാണോ നിലവിൽ? ധനിയ, പോലീസിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ പോലീസിന് സ്ഥിരീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് ഇക്കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ വിശദമായി സംസാരിക്കാൻ തയ്യാറാകാത്തത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി വരേണ്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വരണം. പ്രതിയുടെ അഫാന്റെ ശരീരത്തിലെ ബ്ലഡ് സാമ്പിളുകൾ പരിശോധിക്കുന്നതിന്റെ റിസൾട്ട് വരണം. അങ്ങനെ ശാസ്ത്രീയമായ പല പരിശോധനകളുടെയും ഫലം വന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. രണ്ടാം ഘട്ടമായി പോലീസ് ഇപ്പോൾ അഫാനെ ചോദ്യം ചെയ്തു വരികയാണ്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ആയിട്ടുള്ള അഫാനെ രണ്ടാം ഘട്ടം ഒന്നുകൂടി മൊഴിയെടുക്കുക എന്ന നടപടികളിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്, ചില പൊരുത്തക്കേടുകളുണ്ട് എന്ന് പോലീസ് പറഞ്ഞിരുന്നു. അതിൽ വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നത്. ആദ്യം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ അരുംകൊലയിലേക്ക് അഫാനെ നയിച്ചത്. അത് ആദ്യഘട്ടത്തിൽ സമ്മതിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. കാരണം 88 വയസ്സുള്ള ഒരു വൃദ്ധ മാതാവിനെ കൊല ചെയ്യുന്നു, പ്രണയിനിയായ ഫർസാനയെ കൊല ചെയ്യുന്നു, സ്വന്തം അനുജനെ കൊല ചെയ്യുന്നു, ആ വളരെ സ്നേഹത്തോടെ കൂടെ ചേർത്ത് കൊണ്ടു നടന്നിരുന്ന അനുജനെ കൊല ചെയ്യുന്നു. ഇത്തരത്തിൽ മാനസിക വിഭ്രാന്തി ഉണ്ടായ തരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ മനുഷ്യരെ കൊല ചെയ്യാൻ, അതും ക്രൂരമായി തലയ്ക്ക് ചുറ്റിക്കൊണ്ട് അടിച്ച് കൊല ചെയ്യാനുള്ള സാഹചര്യം എന്ത്? അതൊരു സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണോ അതിന് കാരണം എന്ന ചോദ്യം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അഫാന്റെ ബ്ലഡ് സാമ്പിളുകൾ പരിശോധിക്കണം, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ വ്യക്തത വരുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. കൂടാതെ ഈ ക്രൈം സീനുകളിൽ വിശദമായ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. ഫോറൻസിക് സംഘം അടക്കം എത്തി വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. കൂടാതെ ഡോഗ് സ്ക്വാഡ് എത്തി ഈ ക്രൈം സീനിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതടക്കം ഉറപ്പുവരുത്താനുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത പൂർണ്ണമായി വന്നിട്ടുണ്ട്. ഏതായാലും പേരുമല എന്ന ഈ ചെറിയ നാട് ഈ വലിയ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ്. അവര് അതിന്റെ ആഘാതത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഒരു ശാന്തമായി കടന്നുപോയിരുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് 5 പേർ കൊല ചെയ്യപ്പെടുന്നു. അതും ഈ നാട്ടിൽ സ്ഥിരം സഞ്ചരിച്ചിരുന്ന ഒരു ശാന്തനായ ഒരു 23-കാരൻ തന്റെ ഏറ്റവും അടുത്ത ആളുകളെ കൊല ചെയ്തു എന്ന വാർത്ത പരക്കുമ്പോൾ തന്നെ നാട്ടുകാർ ആകെ ഞെട്ടിവിറച്ചിരുന്നു. അതിൽ ഏറ്റവും ദുഃഖത്തോടെ നാട്ടുകാർ പറയുന്നത് 14 വയസ്സുകാരനായ ഈ അഫാന്റെ അനുജൻ അഫ്സാന്റെ മരണമാണ്. സ്വന്തം ജ്യേഷ്ഠൻ ക്രൂരമായി എന്തുകൊണ്ട് അങ്ങനെ കൊല ചെയ്തു എന്ന ചോദ്യം ഈ നാട്ടിലെ ഓരോ മനുഷ്യരും ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം എന്ന നിലയിലാണ് ഇവിടെ ചെറിയ രീതിയിൽ ഒരു പൊതുദർശനത്തിനുള്ള സംവിധാനം നാട്ടുകാരൊക്കെ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അഫ്സാന്റെ ശരീരം. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ പൊതുദർശനം ഒരുക്കണം എന്ന് ബന്ധുക്കൾ തന്നെ മുൻകൈ എടുക്കുകയായിരുന്നു എന്നുള്ളത്. നമുക്കിപ്പോൾ ബന്ധു കൂടിയായ നാസറുദ്ദീൻ ചേരുന്നുണ്ട്. എപ്പോഴേക്ക് പൊതുദർശനം? പൊതുദർശനം എപ്പോഴേക്ക് ആരംഭിക്കാൻ കഴിയുന്നതാണ്? ഇപ്പം പൊതുദർശനം ഇവിടെ എത്തുന്ന സമയമാണ്. കാരണം ഇപ്പോൾ ഞാൻ വിളിച്ചവർക്ക് പുറത്ത് ഇറങ്ങിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം പോയി. മറ്റു മൃതദേഹങ്ങളൊക്കെ എവിടെയാണ് സംസ്കരണം? പാങ്ങോടാണ്. അഫ്നാന്റെ ശരീരം മാത്രമേ ഇവിടെ കൊണ്ടുവരുന്നുള്ളൂ. അതിനുശേഷം അങ്ങോട്ട് പാങ്ങോട് കൊണ്ടുപോകും. കാരണം അവിടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ ജമാഅത്ത് അതാണ്.
തീർച്ചയായും ചെറിയ ഒരു പൊതുദർശനത്തിനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം മറ്റു കുടുംബാംഗങ്ങൾക്കൊപ്പം പാങ്ങോട് വലിയ ജുമാ മസ്ജിദിൽ ഖബറടക്കം ചെയ്യുവാനാണ് ബന്ധുക്കൾ ഇപ്പോൾ ഒരുക്കം ചെയ്തു വെച്ചിട്ടുള്ളത്. ഏതായാലും ഈ പേരുമല എന്ന് പറയുന്ന ഈ ചെറു ഗ്രാമം കടുത്ത ഞെട്ടലിൽ നിന്ന് ഇനിയും വിട്ടുമാറിയിട്ടില്ല. ഒരു കുടുംബത്തിലെ ദാരുണമായ കൊലപാതകങ്ങൾ നടന്നതിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾക്ക് എല്ലാവരെയും പോലെ ഈ നാട്ടുകാരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ വ്യക്തത പോലീസ് പുറത്തു പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. സാധാരണ ആഷിഖ്, പോലീസ് പറയുന്നത് മാത്രമല്ല, കൃത്യമായ ചോദ്യം ചെയ്യൽ നടക്കുന്നില്ല, പ്രതി സഹകരിക്കുന്നില്ല, മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായ കാരണങ്ങൾ വ്യക്തമാക്കേണ്ടതാണ്. പോലീസ് വൈകാതെ തന്നെ അത് വിശദീകരിക്കും എന്ന് പ്രതീക്ഷിക്കാം.